നമ്മൾക്ക് എല്ലാവർക്കും മഹാഭാരതം അറിയാം. അർജുനൻ, കൃഷ്ണൻ, കർണൻ, ദ്രൗപദി എന്നിവരെയെല്ലാം അറിയാം. പക്ഷേ ഈ മഹാകാവ്യത്തിൽ ചില കഥകൾ ഉണ്ട്, പലരും കേട്ടിട്ടില്ലാത്തവ, ചിലത് ഉദ്ദേശപൂർവം മറച്ചു വെച്ചവ. ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ചരിത്രത്തിൻ്റെ മറവിക്കുള്ളിലെ സത്യങ്ങളാണ്. അർജുനന്റെ മാഞ്ഞുപോയ പ്രണയം, അതായത് ഉലൂപിയുടെ കഥ. അർജുനൻ ദ്രൗപദിയിൽ വിവാഹിതനാണ്. പക്ഷേ അർജുനനിൽ അനുരക്തയായ ഒരു നാഗകന്യക അവനെ പിടിച്ചുകൊണ്ടു പോകുന്നു. അവളുടെ പേര് ഉല്ലൂപി. അവൾ അർജുനനെ പ്രണയിച്ചു. അവളുമായി വിവാഹം കഴിഞ്ഞു അർജുനന്റെ. അവർക്കൊരു മകൻ പിറന്നു, ഇരാവൻ. പക്ഷേ ഇത് മഹാഭാരതത്തിൽ ഇവിടെ കാണാം. പല പതിപ്പുകളിൽ ഇത് ചെറുതായി മാത്രം കാണുവാൻ കഴിയും. ചിലതിൽ ഇത് മുഴുവനായും ഒഴിവാക്കുന്നു. എന്തുകൊണ്ട്? കാരണം അർജുനൻ ഒരു പെർഫെക്റ്റ് ഹീറോ ഇമേജാണ്. അത് തകർക്കുവാൻ ഈ കഥയ്ക്ക് കഴിയും. ഇവിടെ ചോദ്യം, അർജുനൻ സത്യത്തിൽ ഐഡിയൽ ഹീറോ, അതായത് ആദർശ നായകൻ തന്നെ ആണോ? അടുത്തതായി കർണന്റെ ശാപങ്ങൾ. അത് വിധി മാത്രമായിരുന്നില്ല, മാനസിക പരാജയമായിരുന്നു. കർണൻ തോറ്റത് ഭാഗ്യക്കുറവ് കൊണ്ടാണോ? അല്ലെങ്കിൽ ഒരു മെനഞ്ഞെടുത്ത ദുരന്തമാണോ അത്? പരശുരാമന്റെ ശാപം, ഭൂമാതാവിന്റെ ശാപം, ഇന്ദ്രൻ കവചം കൈക്കലാക്കുന്നത്, ബ്രാഹ്മണന്റെ ശാപം എന്നിവയെല്ലാം കർണന്റെ ജീവിതത്തിലെ ശാപങ്ങളുടെ കൂട്ടിച്ചേർക്കലല്ല, ഒരു രൂപകൽപ്പന ചെയ്ത കൂട്ടിച്ചേർക്കൽ ആയിക്കൂടിയത്. മൂന്നാമതായി ഭീമന്റെ രഹസ്യ ശക്തി. കുട്ടിക്കാലത്ത് ശകുനിയെ കൂട്ടുപിടിച്ച ദുര്യോധനൻ വിഷം നൽകി ഭീമനെ കൊല്ലാൻ ശ്രമിച്ചു. തന്മൂലം ബോധരഹിതനായ ഭീമൻ ഗംഗയിൽ വീണു. ശേഷം നദിയുടെ അടിത്തട്ടിലേക്കുള്ള നാഗലോകത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയ അദ്ദേഹം 8 കലശം അമൃതം കുടിച്ചു. അതിനാൽ തന്നെ ഭീമന് മനുഷ്യനില്ലാത്ത ശക്തി ഉണ്ടായി. ഇത് സംഭവിക്കില്ലായിരുന്നുവെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം തന്നെ മാറ്റം വന്നേനെ. ദ്രൗപദിയുടെ മുൻജന്മം. ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാർ എന്തുകൊണ്ട് വന്നു? മുൻജന്മത്തിൽ നളായണി എന്നവൾ ശിവനോട് 5 ഗുണമുള്ള ഭർത്താവ് ഉണ്ടാകണം തനിക്ക് അടുത്ത ജന്മത്തിൽ എന്ന് വരം ആരാഞ്ഞു. ശിവൻ പറഞ്ഞു, ഒരാൾക്ക് 5 ഗുണമെന്നത് അസാധ്യമായ കാര്യമാണ്. അതിനാൽ തന്നെ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടാകും അടുത്ത ജന്മത്തിലെന്ന്. അങ്ങനെ അവൾക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായി. ഇത് കർമ്മമാണോ, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണോ? ദ്രൗപദി ഒരു പരീക്ഷണ വസ്തുവായിരുന്നു, അല്ലെങ്കിൽ വിധിയുടെ ഭാഗമായിരുന്നു? അശ്വത്ഥാമാവിന്റെ അമരത്വം. യുദ്ധം കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? പാണ്ഡവരുടെ കുഞ്ഞുങ്ങളെ കൊന്നു. കൃഷ്ണന്റെ ശാപം ഏറ്റുവാങ്ങി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നും ജീവനോടെ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇനി അടുത്തതായി ഏകലവ്യൻ. അദ്ദേഹത്തിന്റെ വിരൽ നഷ്ടപ്പെടുത്തി. പക്ഷെ അതോടെ കഥ അവസാനിച്ചില്ല. കൃഷ്ണൻ തന്നെ അദ്ദേഹത്തെ പിന്നീട് കൊല്ലിച്ചു. എന്തിന്? അർജുനന് അവനൊരു ഭീഷണിയാകുമോ എന്ന് ഭയന്നിട്ടാകും അദ്ദേഹം അങ്ങനെ ചെയ്തത്. ധർമ്മം പാലിക്കാൻ അധർമ്മം ചെയ്യാമെന്നാണോ കൃഷ്ണൻ ഇതിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നത്? ഇനി കൃഷ്ണൻ ദൈവമോ അല്ലെങ്കിൽ തന്ത്രജ്ഞനോ? ഭീഷ്മനെ വീഴ്ത്തുവാൻ ശിഖണ്ഡിയെ ഉപയോഗിച്ചു. ദ്രോണരെ കൊല്ലുവാൻ അദ്ദേഹത്തെ മാനസികമായി തളർത്തി. കർണനെ നിസ്സഹായനായി നിന്നപ്പോൾ കൊന്നു. ഇതെല്ലാം ധർമ്മത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ അർജുനനെയും പാണ്ഡവരെയും വിജയിപ്പിക്കാനോ? ചരിത്രം വിജയികളെ മാത്രം ഓർക്കും. അവർ ഉപയോഗിച്ച മാർഗങ്ങളല്ല നോക്കുന്നത്. മഹാഭാരതം ഒരു കഥ മാത്രമല്ല, മനുഷ്യ മനസ്സിന്റെ പ്രതിബിംബം കൂടിയാണ്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. സത്യം മറച്ചുവെച്ച സത്യവുമാണ്.